കൊച്ചിയിലെ തിരക്കേറിയ MG റോഡാണ്. MG റോഡിൻ്റെ ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് അവിടെ മിക്കയിടത്തും ഫുട്പാത്ത് പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബൈക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ട് ആ ചേച്ചി ഇങ്ങോട്ട് നടന്നു വരികയാണ്. അവർക്ക് ഇനി റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ട അവസ്ഥയാണ്. KCBയുടെ വണ്ടിയാണ്. ഇവിടെ കുറേ നേരമായിട്ട് ഇവിടെ തന്നെ കിടക്കുകയാണ്. ചേട്ടാ, പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ടാണോ ഈ ഫുട്പാത്തിൽ പാർക്ക് ചെയ്തേക്കുന്നത്? ഫുട്പാത്തല്ലേ? നോക്കാൻ വേണ്ടി വന്നോ? KCBയുടെ വണ്ടിയാണ്. പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലമൊന്നുമില്ല? കിട്ടിയില്ല. അവർക്ക് പാർക്ക് ചെയ്യാൻ മറ്റു സ്ഥലങ്ങളില്ലാത്തതുകൊണ്ട് അവർ കിട്ടുന്ന ഫുട്പാത്തുകളിലാണ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത്. ഇതാണ് നഗരത്തിൻ്റെ പല സ്ഥലത്തെയും അവസ്ഥ. വണ്ടി മാറ്റിയിടാൻ പറയും ഞാൻ. ആണോ? പിന്നല്ലാതെ മാർഗതടസ്സമുണ്ടേ ഇത്. അപ്പോൾ ഇടുന്ന മര്യാദയാണ്. പറ. മര്യാദയല്ല. അപ്പോൾ മര്യാദയായിട്ട് നോക്കിയിട്ട് വേണം വണ്ടി ഇടാൻ. എങ്ങനെ ഫുട്പാത്തിൽ ഇടുന്ന മര്യാദയല്ല. അത് പാർക്കിംഗ് ചെയ്യുന്നിടത്ത് വേണം പാർക്കിംഗ് ചെയ്യാൻ. വേണ്ടേ? വേണോ? അതെ. അപ്പോൾ ആ വിചാരം എല്ലാവർക്കും വേണമല്ലോ. മനസ്സിലാക്കി. സ്വന്തം കാര്യം സിന്ദാബാദ് അങ്ങനെ പറയാൻ പാടില്ല. MG റോഡിൽ നിന്ന് AL ജേക്കബ് മേൽപ്പാലത്തിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴിയുടെ ഒരു ഭാഗത്തെ കാഴ്ച നമുക്ക് കാണാം. അല്ലേ? ഇവിടെ റോഡ് ചേർത്ത് ബൈക്കുകളും കാറുകളും ഗുഡ്സ് ഓട്ടോകളും ഒക്കെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരാൾക്ക് നടന്നു പോകണമെങ്കിൽ ഈ റോഡിലേക്ക് നമ്മൾ മാറി നടക്കണം. റോഡിൻ്റെ ഇരു ഭാഗങ്ങളിലായിട്ടാണ് ഇങ്ങനെ അനധികൃതമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതെങ്കിൽ റോഡിൻ്റെ നടുക്ക് തന്നെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് MG റോഡിൽ കാണുന്നത്. ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ട്രാഫിക് പോലീസ് അറിയിക്കുന്നത്. പക്ഷേ അവർ അതിനകത്ത് ഇരു ഭാഗങ്ങളിലുമായിട്ടും കിട്ടിയ സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. പാർക്കിംഗ് സൗകര്യം ഈ കൊച്ചിയിൽ സൗകര്യം വളരെ കുറവാണ്. തുറസായ സ്ഥലങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേസ്റ്റായ സ്ഥലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് അവിടെ പാർക്കിംഗ് സൗകര്യം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വണ്ടികളവിടെ പാർക്ക് ചെയ്യുക. അവിടെ അവർക്ക് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. ദുരൈസ്വാമി അയ്യ റോഡാണ്. MG റോഡിൽ നിന്നാണ് ദുരൈസ്വാമി റോഡിലേക്ക് കയറുന്നത്. എല്ലായിടത്തെയും അവസ്ഥ ഇത് തന്നെയാണ്. അതായത് ഫുട്പാത്തോ റോഡോ ഏതെന്ന് അറിയാത്ത രീതിയിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഫുട്പാത്ത് സൈഡിലുണ്ട്, പക്ഷേ അവിടെ കയറി നടക്കാൻ കഴിയില്ല. അവിടെ എല്ലാം വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ റോഡിലൂടെ നടക്കുക. റോഡ് നടക്കുമ്പോൾ വാഹനങ്ങൾ വന്ന് തട്ടിയാലോ ഒക്കെ നമ്മൾ സഹിക്കുക എന്നുള്ളതല്ല, ഒന്നും ചെയ്യാനില്ല. സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് കാൽനട യാത്രക്കാർ കൂടി അവകാശപ്പെട്ടതാണ്. അവരുടെ അവകാശങ്ങൾ എത്രത്തോളം ഉറപ്പാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേഷൻ പോലുള്ള തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടതും. പൊതു ഇടങ്ങളിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം. അതുവഴി കാൽനട യാത്രക്കാർക്ക് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും വേണം. ഇതിനൊപ്പം SL ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.